ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് അത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതെ, പരീക്ഷണം തന്നെയാണ്. പരീക്ഷണശാല വീടും പരീക്ഷണ വസ്തുവിൻ്റെ മുകളും തന്നെയാണ്. ഈ ഒരു പരീക്ഷണം ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ 2-3 വർഷങ്ങൾക്ക് മുന്നേ ടിക്ടോക്ക് ഭയങ്കര ഹിറ്റായിരിക്കുന്ന സമയത്ത് വീഡിയോസ് സൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറേ കിഡ്സ് ഹെയർ സ്റ്റൈലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് പരീക്ഷിക്കാനൊരു തലയും കിട്ടാത്തത് കൊണ്ട് ആ ഹെയർ സ്റ്റൈലൊക്കെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം മോള് വളർന്ന് അവളെ മുടിയും അതിനോടൊപ്പം വളർന്ന് നഴ്സറി പോകാൻ തുടങ്ങിയപ്പോൾ ആ നഴ്സറി പോകുന്ന സമയത്തിൽ 10 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലുകളെല്ലാം ഞാൻ ഇവളെ മുടിയിൽ പരീക്ഷിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഓർമ്മ വന്നു. പിന്നെ ഞാൻ കരുതി അത് ഒന്ന് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെയും കാണിക്കാം. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈൽ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റേ ഞാൻ എടുക്കാറുള്ളൂ. ഈ ഒരു ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് കാണിക്കേണ്ടത് കൊണ്ട് നമ്മളെ മോഡലിനെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമല്ലോ. അത് നമ്മൾ രാമനാഥൻ നാഗവല്ലീനെ ഹോമകുണ്ടത്തിലേക്ക് നയിക്കുന്നില്ലേ, അതുപോലെ നമ്മളെ മോഡലിനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റൊരു സമയം അതൊഴിച്ച ഹെയർ സ്റ്റൈലൊക്കെ വേഗമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ഒരു കുട്ടിക്കാലം ഓർത്തുപോയി. 5ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് മുടി ബോയ് കട്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പരീക്ഷണങ്ങളൊന്നും എൻ്റെ മുടിയിലൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ നമ്മളെ ക്ലാസ്സിൽ ചില കുട്ടികളുണ്ടായിരുന്നു അത്യാവശ്യം മുടി നീളമുള്ളതും അന്ന് ട്രെൻഡിങ്ങിലിരിക്കുന്ന ഹെയർ സ്റ്റൈലുകൾ അവരുടെ മുടിയിൽ കാണിച്ചിട്ട് വരുന്നതും. അപ്പം മുടിയില്ലാതിരിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളില്ലേ, പക്ഷെ അത്ര മുടി വേണമായിരുന്നു, അങ്ങനത്തെ കുറേ ഹെയർ സ്റ്റൈലുകൾ നമ്മളെ മുടിയിൽ ആരെങ്കിലും പരീക്ഷിക്കണം എന്നൊക്കെ. പക്ഷെ 5ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളിൽ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 2 ഭാഗം റിബൺ ഇട്ട് കെട്ടൽ മസ്റ്റ് ആയിരുന്നതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങളൊന്നും അന്ന് ആർക്കും ചെയ്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനത്തെ തോന്നലുകളും ഉണ്ടായിട്ടില്ല. പരീക്ഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ല കളർഫുൾ റബ്ബർ ബാൻഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ബ്രൈറ്റ് കളേഴ്സുള്ള റബ്ബർ ബാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അട്രാക്റ്റീവും ഒന്നും കൂടെ ബ്യൂട്ടിഫുള്ളും ആയിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ മോഡലിന് അതൊന്നും വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല. മോഡൽ ഭയങ്കര ഹാപ്പിയുമാണ്, സാറ്റിസ്ഫൈഡുമാണ്. പിന്നെ ഏതൊരു സ്റ്റൈലിങ്ങും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും നമ്മൾ ഓരോ പുതിയ ലുക്ക് നമ്മൾ ചെയ്ത് നമ്മൾ കണ്ണടിക്ക് മുന്നിൽ വരുമ്പം നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഇല്ലേ, അതിപ്പോൾ കുട്ടികളാണെങ്കിലും അത് തന്നെയാണല്ലോ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര ഹെയർ സ്റ്റൈലുകളായിക്കോട്ടെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല, അതിനുവേണ്ടി നിന്ന് തരാനും ഒരാളുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ നഴ്സറിയിലേക്ക് പോയിട്ട് വരാം. ബൈ.